എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സ്നാക്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഉള്ളിവട. നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്സാണ് ഉള്ളിവട. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഡിഷാണ്. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് ഉള്ളിവട. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളെപ്പോഴും ചായക്കടയിലൊക്കെ പോയി എപ്പോഴും ഓർഡർ ചെയ്യുന്ന സാധനമാണല്ലോ ഈ ഉള്ളിവട. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉള്ളിവട ഉണ്ടാക്കുകയെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയാലോ. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിയുമ്പോൾ ചെറുതായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കും. ഇതിപ്പോൾ ഒരു 3 സവാളയുണ്ട്. ഇനി വേണ്ടത് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3 പച്ചമുളക് മതി. ഇനി എരി കുറവാണെങ്കിൽ 4 5 അവ. പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി 1 സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ഇഞ്ചി. ഇപ്പോൾ ഇഞ്ചി പേസ്റ്റാക്കി ചേർത്താലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് കൈവച്ചിട്ട് ഞെരടിക്കും. നമ്മൾ സവാള നല്ല സോഫ്റ്റായി കിട്ടും. നല്ലോണം ഉപ്പിട്ട് ഞെരടി കൊടുത്താൽ. നന്നായി ഞെരടുക. നന്നായി ഞെരടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പേസ്റ്റായി ചേർത്താലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യും. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉപ്പും ഉള്ളിയും പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഉള്ളിവട ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കടലപ്പൊടി. അപ്പം നമ്മൾ എത്രയാണോ കടലപ്പൊടി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി വേണം മൈദപ്പൊടി എടുക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു 4 സ്പൂണ് കടലപ്പൊടി, 4 സ്പൂണ് കടലപ്പൊടി, ഒരു 2 സ്പൂണ് മൈദയും. അപ്പം നിങ്ങൾ ഏതിലാണോ അളവെടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി. ഇപ്പോൾ ഒരു കപ്പിൽ 1 കപ്പ് കടലപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ മൈദപ്പൊടി നേരെ പകുതി 2 സ്പൂണ് മൈദപ്പൊടി ചേർത്തു. കടലപ്പൊടി ഒരുപാട് കൂടിപ്പോയാൽ അതൊരു രസം ഉണ്ടാവില്ല. നമുക്ക് ആ ഉള്ളിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ കടലേൻ്റെ ടേസ്റ്റ് മാത്രമേ അതിലുണ്ടാവും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഞാൻ കുറച്ച് 1 സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്ര ചേർത്താൽ മതി. കാരണം ഉള്ളിയിൽ നല്ല വെള്ളം ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ ഞെരടുമ്പോൾ ഉള്ളിയിലെ വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ ആ ഉള്ളീൻ്റെ വെള്ളം ഇതിൽ അത്യാവശ്യം കാണും. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. പിന്നെ വെള്ളം കൂടിപ്പോയാൽ നമ്മളെ ഉള്ളിവടക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായി ഞെരടുക. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കി കൊടുത്തോ കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തോ. ആദ്യം തന്നെ കുറേ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ നമുക്ക് ഉള്ളിവട ഉപ്പായിരിക്കും. പിന്നെ അത് നമുക്ക് പിന്നെ വീണ്ടും കുറച്ച് ഉള്ളി മുറിച്ചിടണം, അല്ലെങ്കിൽ ആദ്യം പൊടി ഇടണം. അപ്പോൾ ആദ്യം എപ്പോഴും കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ എങ്ങനെയാണിത് ഉള്ളിവടൻ്റെ ഷേപ്പ് ആക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി കുറച്ചിങ്ങനെ എടുക്കുക, അതിൻ്റെ ഒന്ന് കൈമേൽ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഉള്ളിവടേൻ്റെ ഒരു ഷേപ്പിൽ ആക്കും. ഉള്ളിവടേൻ്റെ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തത്. ഉള്ളിവടേൻ്റെ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെ കൈമേൽ ആക്കിയിട്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൈമേലെടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ആ ഉള്ളിവടേൻ്റെ ഷേപ്പിലാക്കി കൊടുത്തിട്ട് ഇങ്ങനെ എണ്ണയിലിട്ടാലും മതി. ഇങ്ങനെ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. കയ്യിൽ വെച്ച് ഒരു റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇങ്ങ് വരും. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടി ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് പറ്റി പിടിക്കും. അപ്പോൾ നമുക്ക് ആ കൈമേൽ വെച്ചിട്ട് ആ ഷേപ്പാക്കാൻ ശരിക്കും പറ്റില്ല. അപ്പം അങ്ങനെ ഓരോന്നും ഷേപ്പാക്കിയിട്ട് നേരെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് ഏത് എണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ എണ്ണ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിവട ആക്കാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായോ നോക്കാൻ ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ ഉള്ളി ഇട്ട് നോക്കിയത്. അപ്പോൾ എന്നിട്ട് അതിങ്ങനെ പൊന്തി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി കാണും. ചൂടായി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. നമുക്കിതിലേക്ക് ഓരോ ഉള്ളിവടകളായി ഇങ്ങനെ കയ്യിൽ വെച്ച് ഒരു ഷേപ്പ് ചെയ്ത് ഉള്ളിവടേൻ്റെ ഒരു ഷേപ്പിലാക്കിയിട്ട് പിന്നെ മെല്ലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും. വളരെ സാവധാനം ഇട്ട് കൊടുക്കണം, കൈകൊള്ളരുത്. തീ എപ്പോഴും ഒരു മീഡിയം തീയിൽ വെക്കണം ഉള്ളിവട ആക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളറാവണം. ഈ ഉള്ളിവട ഏകദേശം ഗോൾഡൻ കളറായി. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഇടുന്നത് പെട്ടെന്ന് ആവുമല്ല. നമ്മൾ ഉള്ളിവട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എപ്പോഴും ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കരുത്, കരിഞ്ഞു പോകും. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. കാരണം അതിൽ കുറച്ച് എണ്ണ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണയൊക്കെ ആ ടിഷ്യൂവിൽ അങ്ങ് പോയിപ്പോളും. അതുപോലെ തന്നെ നമുക്ക് ഈ ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. തന്നെ ബാക്കി എല്ലാ ഉള്ളിവടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കുക എന്ന് എല്ലാവരും കണ്ടല്ലോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കുക. ഞാൻ എല്ലാ ഉള്ളിവടയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 10-15 ഉള്ളിവട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിവടേൻ്റെ വലുപ്പമൊക്കെ നിങ്ങൾ